ഇതൊരു റെഡിമെയ്ഡ് ടോപ്പാണ്. ഇതിൻ്റെ ഒരു 2 ഇഞ്ച് വണ്ണം കൂട്ടുമെന്ന് പറഞ്ഞ് കൊണ്ട് തന്നതാണ്. കോളറാണ് ഇതിനകത്ത് വച്ചേക്കുന്നത്. ഇതിൻ്റെ സൈഡിൽ വണ്ണം കൂട്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷേപ്പിനൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അതിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് ഒരു പീസ് വയ്ക്കുമ്പോൾ കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സെൻറ്ററിൽ കൂട്ടാമെന്ന് വിചാരിച്ച്. ഇതിൻ്റെ ചെസ്റ്റ് അളവ് 46 ഇഞ്ചാണ് വേണ്ടത്. ഇതിപ്പോൾ 44 ഇഞ്ചേ ഉള്ളൂ. ഹിപ്പ് അളവ് 48 ഇഞ്ചാണ്. ഇതിനകത്ത് 46 ഇഞ്ചുള്ളൂ. 2 ഇഞ്ച് പീസ് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് അത് ഇടാൻ പറ്റുള്ളൂ. ഇതിൻ്റെ കൈക്ക് ഇറക്കം കൂടുതലുള്ളതുകൊണ്ട് ഒരു 3 ഇഞ്ച് ഇറക്കം വെട്ടിക്കളയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്തൊരു 3 ഇഞ്ച് കയ്യിൽ നിന്ന് വെട്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് ഒരു പീസ് ബോർഡ് പോലെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 2 പീസൊക്കെ 4 പീസ് ഇഴപ്പിച്ച് അതിൻ്റെ ഫ്രണ്ടിൽ കൂട്ടാമെന്ന് വിചാരിച്ച്. അല്ലെങ്കിൽ പിന്നെ അത് നമുക്ക് വേറെ തുണി വെക്കേണ്ടി വരും. റെഡിമെയ്ഡ് ആയതുകൊണ്ട് അതിൻ്റെ പീസൊന്നും കയ്യിലില്ലല്ലോ. ഫ്രണ്ട് കോളറായതുകൊണ്ട് നെക്കിൻ്റെ താഴെ ഒരു പീസ് പിടിപ്പിച്ചാൽ എങ്ങനെ വരുമെന്നറിയില്ല. പിടിപ്പിച്ച് നോക്കാം. ഇവിടെ അഴിച്ചിട്ട് നെക്ക് കൂട്ടിയടിച്ചേക്കണ ഭാഗം അഴിച്ചിട്ട് അവിടെ ഈ പീസ് വെച്ച് കൊടുക്കണം. ഈ പീസിൽ 2 സൈഡിലും തയ്യൽ തുമ്പ് പോയി കഴിയുമ്പോൾ 2 ഇഞ്ച് പീസ് വീതിയിലുള്ള പീസ് കിട്ടും. അതിനായിട്ട് ആദ്യം തന്നെ ഫ്രണ്ടിലെ പീസ് ജോയിൻ്റ് ചെയ്തേക്കണത് അവിടെ നിന്ന് അഴിച്ചെടുക്കാം. അടിപ്പ് പെട്ടെന്ന് അഴിച്ചെടുക്കാനായിട്ട് ത്രെഡ് കട്ടർ ഉപയോഗിക്കാം. ത്രെഡ് കട്ടർ കുറച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്നുള്ളൂ. അതിൻ്റെ റെഡ് കളർ വന്ന ഭാഗം അടിയിലേക്ക് ആക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് നീക്കി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ തുണി കീറി പോകാതെ നൂല് മാത്രം കട്ട് ചെയ്ത് വളരെ പെട്ടെന്ന് അഴിച്ചെടുക്കാൻ പറ്റും. ഇതിപ്പോൾ തുണി കീറാതെ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇഴപ്പിക്കണ കഷ്ണത്തിന് കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടിയിൽ ഒരു ലൈനിങ് പീസ് വെച്ച് അടിക്കാം. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കാം. കഴുത്തിൻ്റെ അവിടെ തയ്യൽ തുമ്പ് കാണാതെയും പിന്നെ അത് നമ്മൾ മടക്കി അടിപ്പ് കാണാത്ത രീതിയിലും വരാൻ വേണ്ടിയിട്ട് നമുക്കതിൻ്റെ അവിടെ ഒന്ന് അടിച്ചെടുക്കാം. അതിൻ്റെ ഒരു വശം അടിച്ചിട്ട് അത് മറിച്ചെടുക്കണം. കഴുത്തിറക്കം 6 ഇഞ്ച് വരുന്നിടത്ത് ഇതിൻ്റെ ഈ പീസിൻ്റെ മുകൾ ഭാഗം വച്ച് ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പ് വരാൻ പാകത്തിന് അടിച്ചു കൊടുക്കാം. അതടിച്ചതിന് ശേഷം മറ്റേ സൈഡും ഇതുപോലെ 6 ഇഞ്ച് കഴുത്തിറക്കം വരാൻ പാകത്തിന് 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ആ വശവും അടിച്ചെടുക്കുക. 2 സൈഡും ജോയിൻ്റ് ചെയ്തതിന് ശേഷം നടുഭാഗം ജോയിൻ്റ് ചെയ്യണതുകൊണ്ട് കുറേശ്ശെയാണ് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റുള്ളൂ. നേരെ ഇങ്ങനെ വെച്ച് അടിച്ചെടുക്കാൻ പറ്റില്ല. കുറച്ചായിട്ടാണ് അടിച്ചെടുക്കാൻ പറ്റും. ഇത് അടിച്ച് തീർന്നപ്പോൾ 46 ഇഞ്ച് ചെസ്റ്റ് അളവും 48 ഇഞ്ച് ഹിപ്പ് അളവും വന്നിട്ടുണ്ട്.